പറ്റാത്ത സ്റ്റേജിലാണ് മകൻ്റെ കരച്ചിലും എല്ലാം കൂടിയായിട്ട്. എന്നാലും നമുക്കിപ്പോൾ ഒരു പൂർണ്ണ ഒരു വിശ്വാസത്തിലാണ്. വെച്ചാൽ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു പറഞ്ഞു. ഇതുവരെ ഉള്ളത് തൃപ്തികരമാണ്. പക്ഷേ ഈ കുട്ടികളായതിൻ്റെ പേരിലുള്ളൊരു നിയമ ഇതുണ്ടല്ലോ, അതിൽ ഇപ്പം രക്ഷിതാക്കൾ 1-2 പേരും കൂടി ഇതിൽ മെയിൻ കുറ്റക്കാർ തന്നെയാണ്. ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് കൂടിയുള്ള ഈ ശിക്ഷ ഇതിൽ വാങ്ങിക്കൊടുക്കണം. ഈ കൊട്ടേഷനിൽപ്പെട്ട ആളുകളാണ്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സറും എല്ലാ അഭ്യാസം പഠിച്ച കുട്ടികളാണ് 7ാം ക്ലാസ് മുതൽ. അത് ഇതിൻ്റെ മുന്നേ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നീതിപീഠത്തിന്റെ മുന്നിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്, നമുക്ക് നീതി കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. 3 കുട്ടികളുടെങ്കിലും പിതാക്കളുണ്ട്. അതെ, 3 കുട്ടികൾ, 2 കുട്ടികൾ തീർച്ചയായിട്ടും അവരെ ഉൾപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും നമ്മൾ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും അതാ പറയുന്നത്. അവരെ എന്തായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് കോടതിയോടും അത് നീതിപീഠത്തോടും പറയാനുള്ളത്. അതുപോലെ ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കാൻ പാടില്ല അത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് നമുക്ക് കോടതി ഉത്തരവ് പ്രകാരം അത് ഗവൺമെന്റ് നടപ്പാക്കാനേ പറ്റുള്ളൂ. അത് നമ്മൾ പറയുന്നില്ല. എന്നാലും നമ്മളൊന്ന് കൊടുത്തു നോക്കി, പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായി കഴിഞ്ഞാലും വൈകാരികമായിട്ട് ഇത് സംഭവിച്ചു. ഇനി ഏതായാലും ഈ കുട്ടികൾക്ക് ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ കറക്റ്റായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞ 2 പിള്ളേരുടെ രക്ഷിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട്. അവരുടെ പേരൻസ് മറ്റുള്ള ആളുകൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ സാന്നിധ്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത്. എന്നെ ഫോൺ കോൾ ചെയ്ത വ്യക്തിയാണ് ഈ അജ്നാസിൻ്റെ ഒപ്പം. അതുകൊണ്ട് അതുവരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫുൾ തെളിവ്. ഈ നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം അവൻ്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചെടുത്തത്. അപ്പോൾ കുട്ടികളെ ഈ ഇത്രയും അതായത് എന്താ പറയുക, ഈ കൊല ചെയ്യാനുള്ള എല്ലാ ആഹ്വാനവും ഒരു സപ്പോർട്ടും ഓരോ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്നാണ് എനിക്ക് മുഖ്യമന്ത്രി അനുഭവപൂർവ്വം മറുപടി തന്നിട്ടുണ്ട്. ഇനി അവരെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും ഒഴിവാക്കരുത്. വെച്ചാൽ കുട്ടികൾ എന്നുള്ള പ്രായത്തിലുള്ള ഇതെല്ലാം അവർ ചെയ്തത്. അതായത് അവരുടെ ഫോൺ കോളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ, മീഡിയയ്ക്ക് മുന്നിൽ മൊത്തം പറഞ്ഞതാണ്. ഒരു യഥാർത്ഥത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ നിന്ന് വന്ന ഒരു ഇതല്ല വോയിസ് കേട്ട സമയത്ത്. ആർക്കും അറിയാവുന്ന പല ആളുകളും പ്രതിഷേധിക്കണം, പ്രകടനം, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നോട്ട് പോയിരുന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ആണ്. പക്ഷേ ഗവൺമെന്റിൽ ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് നീതി കിട്ടും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ.